ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേക്കറികളിൽ മാത്രം നമ്മൾ കാണുന്ന സോസേജ് റോള് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റും ഒരു 1/4 കപ്പ് ചൂടുള്ള പാല്, വലിയ ചൂടുണ്ടാവരുത്, ചെറിയൊരു ചൂടുള്ള പാലാണ് ഒഴിക്കേണ്ടത്. അതിനുശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതിയാവും. ഇത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടെ കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈസ്റ്റെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ്, അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. പിന്നെ മെൽറ്റ് ചെയ്ത ബട്ടറാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക്, വലിയ ബൗളിലേക്ക് നമുക്ക് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഈ മുട്ടയുടെ മിക്സും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. അതിന് പകരമായി ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ ചൂടുള്ള പാല്. ഇത് എനിക്ക് മൊത്തം കുഴച്ചെടുക്കാനായിട്ട് ആദ്യം ഒഴിച്ച 1/4 കപ്പ് പാൽ കൂടാതെ ഇപ്പോൾ ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ പാലും കൂടിയാണ് എനിക്ക് ആവശ്യമായി വന്നത്. ചപ്പാത്തിയേക്കാളും അല്പം കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡവാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ മാവിനനുസരിച്ച് അല്പം പാല് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വ്യത്യാസം ചിലപ്പോൾ വന്നെന്ന് വരും. ഇനി ഇത് നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡവാണ് നമുക്ക് കിട്ടുന്നത്. ഇനി പാത്രത്തിലേക്ക് അല്പം എണ്ണയൊഴിച്ച് ആ എണ്ണയൊന്ന് നമുക്ക് സൈഡിലും മാവിലും ഒന്ന് പരട്ടിയതിന് ശേഷം ഇതൊരു ഡബിൾ സൈസായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മണിക്കൂറും കൊണ്ട് ഇത് ഡബിൾ സൈസായി കിട്ടും. ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് അല്പം സ്വല്പം വ്യത്യാസം ഉണ്ടാവും. ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിൾ സൈസായി കിട്ടും. ഇനി നമുക്ക് ഈ സമയത്ത് സോസേജ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 10 സോസേജാണ് എടുത്തിരിക്കുന്നത്. അത് തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് സോസേജ് വെന്ത് കിട്ടും. ഇനി അത് നമുക്ക് എടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം ചൂടാറാനായിട്ട് വയ്ക്കാം. അതിൻ്റെ മുകളിലുള്ള എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് ഒപ്പിയെടുത്ത് മാറ്റാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. മാവ് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറുതായൊന്ന് ഈ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതൊരു 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ചപ്പാത്തിയേക്കാളും ചെറിയ ബോൾസാണിത്. ഇതൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ രീതിയിലൊന്ന് നമുക്ക് മടക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആവുന്ന രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമ്മുടെ സോസേജിൻ്റെ 3 ഇരട്ടി വലിപ്പമാണ് ആക്ച്വലായിട്ട് നമുക്കിതിന് വേണ്ടത്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനി ഇത് ഈ രീതിയിൽ വെച്ചതിന് ശേഷം ആദ്യം വെച്ച മാവിൻ്റെ മുകളിൽ കൂടി ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഈ രീതിയിൽ റോൾ ചെയ്ത് നമുക്ക് സോസേജിൻ്റെ റോള് ശരിയാക്കിയെടുക്കാം. അവസാനത്തെ ഭാഗം
മാവിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും അല്പം ഗ്യാപ്പ് വിട്ട് വേണം നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കാൻ. ഇതൊരു ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ 10 സോസേജ് റോളിൻ്റെയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇത് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മാവ് ഒന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് 180 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. അതിന് മുൻപായി അല്പം എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്തതാണിത്. അത് നമുക്ക് മുകളിലൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറും കിട്ടും നമ്മുടെ സോസേജ് റോളിന്. ഇനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസേജ് റോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയുമാണിത്. ഇത് ചൂടോടെ തന്നെ ഇതിന് മുകളിൽ അല്പം ബട്ടർ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം.